കണ്ണുകളടച്ച് ഇതൊന്ന് ഇമാജിൻ ചെയ്യുക. മറ്റൊരാളുടെ ജോലിക്കായി തിരക്ക് കൂട്ടാനല്ല, മറിച്ച് സ്വന്തമായി എന്തെങ്കിലും നിർമ്മിക്കാനാണ് നിങ്ങൾ ഒരു ദിവസം രാവിലെ ഉണരുന്നത്. ഒരു ബിസിനസ് ആരംഭിക്കുന്നതിൻ്റെ അർത്ഥം അതാണ്. ഇത് പണത്തെക്കുറിച്ചോ പ്രശസ്തിയെക്കുറിച്ചോ മാത്രമല്ല, ഇത് ഫ്രീഡത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ പാത തിരഞ്ഞെടുക്കാനും നിങ്ങളുടെ അഭിനിവേശം പിന്തുടരാനും ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കാനുമുള്ള സ്വാതന്ത്ര്യം. ഇന്ന് ഇന്ത്യയിൽ നമ്മളൊരു സ്റ്റാർട്ടപ്പ് വിപ്ലവത്തിലൂടെയാണ് ജീവിക്കുന്നത്. സർക്കാരിൻ്റെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ദൗത്യത്തിന് കീഴിൽ 80,000-ലധികം സ്റ്റാർട്ടപ്പുകൾ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിനൊരു ധനികന്റെ ഗെയിമല്ല. സ്റ്റുഡൻസ്, വുമൻസ്, ചെറിയ പട്ടണങ്ങളിലെ സ്വപ്നക്കാർ എല്ലാവരും ഈ ഗെയിമിലേക്ക് ചുവടുവയ്ക്കുന്നു. എന്തുകൊണ്ട്? കാരണം ഒരു ബിസിനസ് നിങ്ങളുടെ ഒരു ലക്ഷ്യം നൽകുന്നു. ശമ്പളത്തിനായി 9 to 5 ജോബ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് പ്രധാനപ്പെട്ട എന്തെങ്കിലും നിങ്ങൾ നിർമ്മിക്കുകയാണ്. നിങ്ങളെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങളുടെ അയൽപ്പക്കത്ത്, ഒരു പക്ഷേ ലോകമെമ്പാടും. ഷോപ്പിഫൈ, ഇൻസ്റ്റാഗ്രാം, ആമസോൺ, UPI പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് ഒരു സ്മാർട്ട് ഫോണുള്ള ഒരു കോളേജ് സ്റ്റുഡൻറ്റിന് പോലും രാജ്യവ്യാപകമായി വിൽക്കാനോ ഗ്ലോബലി പോകാനോ കഴിയും. 2030 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ $1 ട്രില്യൺ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് ലോക്കൽ ക്രിയേറ്റേഴ്സ്, കോഡേഴ്സ്, ബേക്കേഴ്സ്, ടൈലേഴ്സ്, ഡ്രീമേഴ്സ് എന്നിവർക്ക് വാതിൽ തുറക്കും. മുദ്ര വായ്പകൾ മുതൽ സർക്കാർ പദ്ധതികൾ, ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് വരെ എല്ലായിടത്തും പിന്തുണയുണ്ട്. യൂട്യൂബ് ട്യൂട്ടോറിയലുകൾ വരെ. നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ആരംഭിക്കാൻ നിങ്ങൾക്ക് ധൈര്യം മാത്രമേ ആവശ്യമുള്ളൂ. നിങ്ങൾ പരാജയപ്പെട്ടാലും നിങ്ങൾ പഠിക്കുന്ന പാഠങ്ങൾ നിങ്ങളുടെ അടുത്ത നീക്കത്തെ രൂപപ്പെടുത്തും. കാരണം ഒരു ബിസിനസ് ആരംഭിക്കുന്നത് പണം സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതലാണ്. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനെ കുറിച്ചാണ്. ഇതൊരു മാനസികാവസ്ഥ മാറ്റമാണ്. ഞാൻ നിർമ്മിക്കാൻ തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുന്നതിനെ കുറിച്ചാണ്. ആ യാത്രയിൽ നിങ്ങൾ സമ്പാദിക്കുക മാത്രമല്ല, നിങ്ങൾ വളരുകയും ചെയ്യുന്നു. അതിനാൽ കാത്തിരിക്കരുത്, അമിതമായി ചിന്തിക്കരുത്. ആരംഭിക്കാൻ ഏറ്റവും നല്ല സമയം ഇന്നലെയായിരുന്നു. അവിടുത്തെ ഏറ്റവും നല്ല സമയം ഇപ്പോഴാണ്.